Running late on a Wednesday, shortcut by the freeway. Locked eyes as you passed me, two hearts on a cold street. Looking back at the same time, I feel your warmth, did you feel mine? I get the urge but I can't speak, two hearts on a cold street. I know this sounds crazy, but this could be fate. But I'm thinking maybe that you feel it too. Tell me, are you busy? And tell me you can stay, 'cause I'm thinking maybe for you I would travel to outer space, take a bullet to the heart just to keep you safe. For you, anything for you. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മംഗല്യകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫിൻ്റെയും സനിയെയും തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പര വിവാഹ വാഗ്ദാനം ചെയ്യാൻ പോകുന്നവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങുന്നതുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദവർഗങ്ങൾക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അവസാന ദിവസം അങ്ങ് നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം ദാനം ചെയ്യണമേ. സ്ഥലത്തിൻ്റെ നാഥ, സഹോദരരെ, ഉത്തമഗീതത്തിൽ നിന്നുള്ള വായന. ഞാൻ സാരോണിലെ പുഷ്പവും താഴ്വാരയിലെ ലില്ലിയുമാകുന്നു. മുളുകൾക്കിടയിൽ ലില്ലി എന്ന പോലെ കനികന്മാരുടെ ഇടയിൽ എൻ്റെ ഓമന, കാട്ടുമരങ്ങൾക്കിൽ ആപ്രവിഷുന്ന പോലെ യുവജനങ്ങളുടെ മധ്യ എൻ്റെ പ്രിയൻ. അതിൻ്റെ നിഴലിൽ ആനന്ദപൂർവ്വം ഞാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പഴം എനിക്ക് മാതിരിപൂർണ്ണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹ പതാക എൻ്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശയായാൽ മുന്തിരികട തന്നെ എന്നെ ശക്തിപ്പെടുത്തുകയും ആപ്പിൾ പഴങ്ങൾ തന്നെ എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയും. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിൽ മരണവരെ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടി സ്നേഹത്തിനായ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ജോസഫിനെയും സനിയെയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യുവാൻ പോകുന്ന വിവാഹോടും മരണം വരെ ഉറച്ചു നിൽക്കുവാൻ, സംശയങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ അതീതമായി എപ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ, മാതൃകാപരമായ സുഹൃത്തുസമ്പന്നമായ ക്രിസ്തീയ ജീവിതം മന്ത്രിവരെ നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത അങ്ങ് ഒരത്ഭുതം തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അനുഗ്രഹിച്ച കർത്താവെ ഇവരെയും ആശീർവദിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാവസാനം വരെ ഒരുമയിൽ വർദ്ധിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിൻ്റെ നാഥ. With you the years just fade away like a dream in my arms, but I'm wide awake. With you whenever I'm with you. Ain't it funny how the time flies? Now you're here as my wife. Remember how you met me? Two hearts on a cold street, 3 kids in a big house. Can't believe we're here now. Your warmth has never left me. Two hearts on a cold street, and now it's not crazy. I told you it's fate. Remember that day as I lay here with you. So happy you weren't busy. I'm glad that you stayed. I still feel the same, yeah. For you I would travel to outer space, take a bullet to the heart just to keep you safe. For you, anything for you. With you the years just fade away like a dream in my arms, but I'm wide awake. With you whenever I'm with you. Two hearts on a cold street, two hearts on a cold street, two hearts on a cold street, two hearts, just you and me. Now it's just you and me. For you I'll travel to outer space. With you all the years just fade away. For you I would travel to outer space, take a bullet to the heart just to keep you safe. For you, anything for you. With you all the years just fade away.
You said, don't look back and don't look down. But here I am, replaying every sound and second since you found me. All packed up, headed out. I hate to say I need you now. Here I am, turn around. One more time, I need you now. Ooh, said that I'd be fine without you, it's not true. I move but can't move on without you. I'm looking back, looking down. Hate to say I need you now. Ooh, said that I'd be fine without you. Said that I'd be fine without you. Said that I'd be fine without you. You call me out upon the waters, the great unknown, where feet may fail. And there I find you in the mystery, in oceans deep. My faith will stand. And I will call upon your name and keep my eyes above the waves. When oceans rise, my soul will rest in your embrace. For I am yours, you are mine.
പ്രവേശിക്കുമ്പോഴുള്ള മനസ്സമ്മതം ഇന്ന് ദയവായിട്ട് പരസ്യമായിട്ട് നൽകുകയാണ്. പുതിയൊരു കുടുംബജീവിതം, വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇതുമാത്രം അവർക്ക് ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം. ആ ഒരു തീരുമാനമാണ് ഇന്ന് ഇവിടെ വിവാഹ ഈ മനസ്സമ്മതത്തിൽ അവർ പ്രഖ്യാപിക്കുക. ഒരു നിമിഷം കണ്ണടച്ച് കൈകൂടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുക.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളിപ്പോൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായിരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതിനും അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എൻ്റെ സഹോദരൻ വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യരുടെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 13 1 മുതൽ 13 വരെ വാക്യങ്ങൾ കർത്താവിനെ ആശീർവദിക്കാൻ മിശിഹ അനുഗ്രഹിക്കട്ടെ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേനലയോ ചിലമുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റത്തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും
എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ധൈര്യമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തി വിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവരിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഇവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹമുള്ള ദിവ്യച്ഛ, ജയ്സനച്ഛ, ജോസഫ്, സന, ജോസഫിൻ്റെ മാതാപിതാക്കളെ, സനയുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ, മിത്രങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജോസഫും സനയും സമ്മതം പറയാനായിട്ട് കർത്താവിൻ്റെ അധാരയുടെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവരെ നോക്കിയിട്ട് കൃപകളിലേക്ക് ചൊരിയണമേ എന്ന യാചനയോട് നിൽക്കുന്ന സമയമാണ്. അവര് സമ്മതമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണൊക്കെ കൊടുത്ത് അതിലൂടെ എല്ലാ ദിവസവും
ചാറ്റ് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ ഔദ്യോഗികമായിട്ട് സഭയുടെ മുമ്പിൽ, യേശു തമ്പുരാന്റെ മുമ്പിൽ ഒരു സമ്മതം പറയും. എന്താണ് പറയുന്ന സമ്മതം? മുമ്പിൽ ഞങ്ങൾ ഒരു സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കും, ദൈവത്തോട് സഹകരിച്ച് സൃഷ്ടിക്രമത്തിൽ പങ്കാളികളാണ്. അതാണ് അവർ നൽകുന്ന സമ്മതം. ഇന്ന് തിരുവചനത്തിൽ ഈശോ അവരോട് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു. യേശു എങ്ങനെയാണ് സ്നേഹിച്ചത്? യോസഫിനറിയോ? സനയ്ക്കറിയോ? യോസഫിൻ്റെ പേപ്പറിൻ്റെ കൂടെ സെമിനാരിയെ പഠിച്ച് അച്ഛനായ ആളാണെന്ന് എനിക്കറിയാം. അപ്പം നിനക്ക് ഈശോയെ സ്നേഹിച്ചതാണ് അല്ലേ? സനയുടെ പിതാവാണെങ്കിൽ 20 വർഷം എൻ്റെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്തവനാണ്. അപ്പോൾ അവൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടാകും ഈശോ എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചതെന്ന്. പ്രിയ മാതാപിതാക്കളെ, നമ്മൾ നമ്മുടെ മക്കളെ വിവാഹ വേദിയിലേക്ക് കൈപിടിച്ച് ഉയർത്തിവിടുമ്പോൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠമാണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് യേശു ക്രിസ്തു എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചിട്ടുള്ളത്. ആ സ്നേഹമാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിവാഹ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കേണ്ടത്. ഞാൻ ഈ ദമ്പതികളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുക, അത് വെറും ജീവിതമല്ല, പിന്നെയോ അതൊരു ആരാധനയാണ്. ആരാധനയിൽ നിഴലിച്ചു നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് യേശുവിനെ കുരിശിലും കാണുന്നത്. ഒന്നാമത്തത് വിശ്വാസം. കല്യാണം കഴിഞ്ഞവർക്കറിയാം, ഭാര്യയോട് വിശ്വാസം കുറഞ്ഞാൽ, ഭർത്താവിനോട് വിശ്വാസം കുറഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ കുടുംബജീവിതമെന്ന് നരകമാകുന്നേ ആവുക. വിശ്വാസമുണ്ടെങ്കിലും പൂർണ്ണമായും സമർപ്പിക്കും, അർപ്പിക്കുന്നു. യേശുക്രിസ്തു അതാണ് ചെയ്തത്. അവൻ പൂർണ്ണമായും സമർപ്പിച്ചു. നമ്മിലൊക്കെ വിശ്വാസമുണ്ട്. നമ്മിൽ മാത്രമല്ല, പിതാവായ ദൈവത്തിൽ വിശ്വാസമുണ്ട്. അപ്പോൾ മക്കളെ, യോസഫേ, സനയിൽ നീ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കണം. മോളെ സന, ജോസഫിന് പൂർണ്ണമായും വിശ്വാസമർപ്പിക്കണം. ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് ഒരു സമർപ്പണം വരും. എന്തും ചെയ്യുന്നത്, എങ്ങനെയും ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസം ജോസഫിനും സനയിലും മാത്രമാകരുത്, പിന്നെയും ആ ക്രൂശിലേറിയവരിലും വേണം. അവനിൽ വിശ്വാസം അർപ്പിച്ചാൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് അവനാണ് പൂർണ്ണമായും സമർപ്പിക്കുക. അപ്പൊ അവൻ്റെ ഇഷ്ട അനിഷ്ടങ്ങൾ, സുഖദുഃഖങ്ങൾ, ആനന്ദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെയും സുഖദുഃഖങ്ങളും ആനന്ദവുമായി മാറും. അങ്ങനെയാണ്. അതാണ് ഒരു ക്രൈസ്തവന്റെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. ആ അർപ്പണം നമ്മുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരുമ്പോൾ അടുത്ത് സംഭവിക്കുന്ന എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങും. അതാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണം. ആരാധനയിൽ ഈ സ്നേഹം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? നന്ദി പറയലാണ്, സ്തുതിക്കലാണ്, സമർപ്പിക്കുന്നതിൽ കൂടെ വരുന്നതാണ് നന്ദി പറയണം. അല്ലേ?
സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, ആ സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോൾ ജോസഫ് സനയോട് നന്ദി പറയാൻ തുടങ്ങി. മൂന്നാം മനുഷ്യൻ ഇവനോട് പറഞ്ഞു. നന്ദി പറയാൻ മാത്രമല്ല, ആരാധനയുടെ അടുത്ത ഭാഗമാണ് സ്തുതിപ്പുകൾ, സ്തോത്രങ്ങൾ. സനയിൽ കാണുന്ന വലിയ വലിയ നന്മകൾ കണ്ടിട്ട് അവിടെ പുകഴ്ത്താൻ തുടങ്ങണം. ജോസഫിൽ കാണുന്ന വലിയ വലിയ നന്മകൾ കണ്ടിട്ട് അവനെ പുകഴ്ത്താൻ തുടങ്ങണം, സ്തുതിക്കാൻ തുടങ്ങണം. ആ സ്തുതിപ്പ് മുഴുവൻ കുരിശിൽ കിടക്കുന്നവരും ത്രിത്വത്തിന് ലഭിക്കേണ്ടതാണ്. ആ രീതിയിലുള്ള സ്തുതിപ്പുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ മക്കളെ, നിങ്ങൾ സ്തുതിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം, വൈവാഹിക ജീവിതം, ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ അവിടെ ഈശ്വനാഥൻ എന്ന് പറയുന്നത് പോലെ ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനുമാണ്. സന്തോഷത്തിന് വേണ്ട മക്കൾക്ക് അതേ പിതാവായ ദൈവം തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കിട്ടുന്ന ആനന്ദമാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്. അത് ആ ദൈവത്തിൽ നിന്നും, ത്രിയേക ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും, കൂട്ടായ്മയിൽ നിന്നും അനുഭവിച്ചറിയുവാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിവാഹം എന്ന വലിയ ഉദാശയിലേക്ക്. നമുക്കെല്ലാവർക്കും സന്തോഷവും ഭക്തിയോടും കൂടെ വിവാഹവാഗ്ദാനത്തിന്റെ ദാസരുടെ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുതിയിട്ടുണ്ട്. വിവാഹവാഗ്ദാനം ചെയ്യുന്ന ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകുന്ന കൃപകൾക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന കൂടാശം ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹവാഗ്ദാനം ചെയ്യാനായി തിരുമുമ്പിലടഞ്ഞിരിക്കുന്ന അങ്ങയുടെ ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. വിവാഹ വാഗ്ദാനത്തിന്റെ പ്രത്യേക ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ വിവാഹ വാഗ്ദാന സമയത്ത് സാക്ഷികളെ പുറത്തിറക്കാൻ അവരെടുത്തുള്ള സാക്ഷി ജോസഫ് സന ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുകയാണ്. ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് വിവാഹമെന്ന ഉദാശയോടെ സനയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. സന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് വിവാഹമെന്ന ഉദാശയോടെ ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ ജോസഫ് സനയെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.
വിവാഹവാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന് വലത് നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ മറിയത്തിന്റെയും തിരുക്കുടുംബത്തിനാഥനായ യോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്തിയായുടെയും ഈ ദേവാലയത്തെ മധ്യസ്ഥയായ സ്ഥലയുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥ്യം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും ദൈവത്തിന്റെ പരിപാലനയെ തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റെബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംബോധിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ പ്രവർത്തനത്തോടുകൂടി വിവാഹമെന്ന ഉദാശയ്ക്കായി അറിയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്തനാമയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വസിക്കട്ടെ. അങ്ങേക്കായെന്നു സ്തോത്രങ്ങൾ പാടിനാഥനായ ഞങ്ങളെന്നു
പ്രാർത്ഥിക്കാം. അനന്തയാവരും എല്ലാ നന്മയുടെ ഭണ്ഡാരവുമായ ദൈവമേ, അങ്ങയുടെ നൽകിയ മഹാദാനങ്ങളെ കുറിച്ച് അങ്ങനെ മഹാമഹത്വത്തിന് നന്ദി പറയുന്നു. അങ്ങയോട് പ്രാർത്ഥിക്കുന്നവരെ ഉപേക്ഷിക്കാതെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അങ്ങ് ഞങ്ങളുടെ സ്വർഗീയ സമ്മാനങ്ങൾക്ക് യോഗ്യരാകുന്നു എന്ന് അങ്ങയുടെ കാരുണ്യാഗ്രഹത്തെ കുറിച്ച് ഉപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാഗ്രഹിക്കുന്നു. This is what you came for. Lightning strikes every time she moves, and everybody's watching her, but she's looking at you. A warm welcome to the betrothal function of Sana and Joseph. Why it's gotta be
ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മുടെ ക്യൂട്ട് ലുക്കിംഗ് ബ്രൈഡ് ടു ബി സന. She is the daughter of Jose A. and Jesse Jose of the Colonel family. Jose uncle was a retired college teacher and Jesse auntie village officer I work cheyuന്നു. Sana has completed her MTech in dairy science and is currently working as an assistant dairy officer at Milva, Ernakulam region, Edinburgh. Sana also has an elder sister, Sindha. She is married to Anthony and together they have a very cute daughter, Venerada Hanakutti. Next, our handsome groom, Joseph Jose. He is the son of Jose Paul and Jessie Jose, belonging to the Hanakutti family. Jose Paul uncle is a retired manager of South Indian Bank and Jessie auntie is a retired teacher. Joseph is currently working as a project manager at Conduit Info Park company. Joseph has an elder brother Nitin who is married to Divya. They have 3 children, David, Selim and David. Joseph also has an elder sister Danya. She is happily married to Arun and together they have a daughter Annie. We invite both the families along with the siblings to join the couple on stage. Both the families, please join the couple on stage. Baby, this is what you came for. Lightning strikes every time she moves. चांद तारों से कहो अभी ठहरे जरा, चांद तारों से कहो कि अभी ठहरे जरा। पहले इश्क लड़ा लूं उसके बाद लाऊंगा, पहले इश्क लड़ा लूं उसके बाद लाऊंगा। तेरे वास्ते फलक से मैं चांद लाऊंगा, 16 संतरा सितारे संग बांध लाऊंगा। देखा जाए तो वैसे अपने तो सारे पैसे रह के ज़मीं पे ही वसूल हैं। चेहरा है तेरा चंदा, नैना तेरे सितारे, अंबर तक जाना ही फिजूल है, अंबर तक जाना ही फिजूल है। इसके बाद भी अगर तुझे चैन ना मिले, पूरी करके मैं तेरी ये मुराद आऊंगा। तेरे वास्ते फलक से मैं चांद लाऊंगा, 16 17 सितारे संग बांध लाऊंगा। तेरे वास्ते फलक से मैं चांद लाऊंगा, 16 17 सितारे संग बांध लाऊंगा।
बतलाएं। जिंदगी मेरी तू, शायरी मेरी तू, आशिकी है मेरी बस तू। नैन ने पुटिया जाऊंगा, तेरे इश्क में गोते खाऊंगा। ओ मन्नू मैं तो गया, तेरे दिल में टेंट लगाऊंगा। हुण पिंड ना वापस जाऊंगा। ओ मन्नू मैं तो गया, बंदा जीता था खुल के, तेरी गली में आया भूल के जी। चंगा भला सी मैं लुट पुट गया, मैं तो लुट पुट गया, लुट पुट गया। मैं तो गया, मैं तो लुट पुट गया, लुट पुट गया। हुण की करा, मैं तो लुट पुट गया।
पहले सोता था रातों में, अब जाग जाग कर ख्वाब तेरे देखूं। ऐसा क्यों मैं तन्हा तन्हा रहता था, अब बेगानों से भी पूछूं हाउ डू यू डू। ऐसा क्यों ए दिल तनवा इमोशन पुछदा है मैनू क्वेश्चन की, चंगा भला सी क्यों लुट पुट गया मैं तो
ഡാൻസ് ഉണ്ടായിരുന്നു? അൺഎക്സ്പെക്റ്റഡ് പ്ലാൻഡ് ആയിരുന്നോ? അൺഎക്സ്പെക്റ്റഡ് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ വന്നപ്പോഴാണ് പറഞ്ഞത് ഡാൻസിലായിരുന്നു. पुटिया जाऊंगा तेरे इश्क में गोते खाऊंगा ओ मन्नू मैं तो गया तेरे दिल में टेंट लगाऊंगा हुण पिंड ना वापस जाऊंगा ओ मन्नू मैं तो गया बंदा जीता था खुल के तेरी गली में आया भूल के जी चंगा भला सी मैं लुट पुट गया मैं तो लुट पुट गया लुट पुट गया मैं तो गया मैं तो लुट पुट गया लुट पुट गया उनकी करा मैं तो लुट पुट गया पहले सोता था रातों में अब जाग जाग कर ख्वाब तेरे देखूं ऐसा क्यों मैं तन्हा तन्हा रहता था अब बेगानों से भी पूछूं हाउ डू यू डू ऐसा क्यों ए दिल तनवा इमोशन पूछता है मैनू क्वेश्चन की चंगा भला सी क्यों लुट पुट गया मैं तो लुट पुट गया लुट पुट गया मैं तो गया मैं तो लुट पुट गया लुट पुट गया उनकी तरह मैं तो लुट पुट गया पहचान तेरा बन गया सब तू है तू ही मेरी दुआ तेरा भी तू है मैं तो मन्नता दे विच मंगा तेरी उड़ाइया ये दिल पर घबराए भूल मुझको तू कहीं ना मिले तुम तुर जाए ओ मन्नू ओ मन्नू ओ मन्नू भूल मुझको तू कहीं ना मिले तुम तुर जाए ओ मन्नू कहने दो सारी बातें आज तुम दिल में जो मेरे है वो मुझको कहने दो देखो ना ये लंबी लंबी सी हाँ रातें कहती हैं जरा पास रहने दो कहते सर फिरा दीवाना मैं तेरे उत्ते मरदा वे
रुक जावे साजन वे रंग जा तू रंग जा मेरे नाल साजन वे लंग जा तू लंग जा मेरे नाल साजन वे रंग जा तू रंग जा मेरे नाल शामे रोज देखूं तेरी ओर नीली नीली आंखें तेरी सुहे सुहे बोल कर दी निहाल मैनू आए मेरे कोल इश्क तेनू करदा मैं सच्चे मेरे बोल कहंदी ला दो तारे तो मैं ला दूं सारे देखूं मैं तुझे तो मेरी सांस रुक जावे साजन वे रंग जा तू रंग जा मेरे नाल साजन वे लंग जा तू लंग जा मेरे नाल साजन वे रंग जा तू रंग जा मेरे नाल छेती सोने रात ना लंगे आ जावे आजा सोने रात ना लंगे छेती सोने रात ना लंगे आ जावे आजा सोने रात ना लंगे जद भी तैनू तकदी आवे अखियां भी शुक्र मनावे कोले दूर न जावे हानिया पलकां दी करके छावां दिल दे तैनू कोल बिठावां तक तक तैनू खैरा पावां हानिया तेरी हानिया तेरी हानिया तेरी
जो तेरी खातिर तड़पे पहले से ही क्या उसे तड़पाना। ओ जालिमा ओ जालिमा, जो तेरे इश्क में बहका पहले से ही क्या उसे बहकाना। ओ जालिमा ओ जालिमा, आंखें मरहबा। ഏത് ഡാൻസ് കളിക്കുന്നത്?
से दिल को क्या धड़काना। ओ जालिमा, ओ जालिमा। तेरी नजदीकियों का इत्र तू घोल दे, घोल दे। मैं ही क्यों इश्क जाहिर करूं, तू भी कभी बोल दे, बोल दे। लेके जान ही जाएगा मेरी कातिल हर तेरा बहाना हुआ। तुझसे ही शुरू, तुझ पे ही खत्म, मेरे प्यार का फसाना हुआ। तू शम्मा है तो याद रखना, मैं भी हूँ परवाना। ओ जालिमा, ओ जालिमा। दीदार तेरा मिलने के बाद ही छूटे मेरी अंगड़ाई, तू ही बता दे क्यों जालिमा मैं कहलाई। तेरे आके यूं जाने से बेचैन है फिजा मेरी, हो हर नजर हर खबर पे रहती निगाह मेरी। हो तुझे कैसे ये बताएं हमने क्या क्या देखा, कैसे लोगों से रिश्ते थे, कैसे थे मेरे करम, हम कहीं खो ना जाए ये डर है रहता। तू हाथ थाम के मेरा बस तोड़ दे भरम। सुना सा ये जहां, काली रातों में हम तन्हा बैठे यहाँ, तुझसे एक चीज मांगते हैं हम। तू जाना ना पिया मेरा, तेरे बिना कोई ना यहाँ, ये दिल कह रहा। तू जाना ना पिया, छोटी सी उम्र से सब है देखा, अब चला जाए ना। तू आजा, नहीं लगता, नहीं लगता, नहीं लगता तेरे बिन मेरा, नहीं लगता, नहीं लगता जिया। तू आजा, नहीं लगता, नहीं लगता, नहीं लगता तेरे बिन मेरा, नहीं लगता, नहीं लगता जिया। हो जाने जा ये है मेरी जिंदगी, कि मुझे वो ना मिला जिसकी मुझे थी कमी। पर अब समझाया ये कि जीना मेरा है तुझसे ही, बस बोल नहीं पाए हम, पर बातें कहीं ना छुप सकी। अब लगे सुना सा ये जहां, काली रातों में हम तन्हा बैठे यहाँ, तुझसे एक चीज मांगते हैं हम। तू जाना ना पिया मेरा, तेरे बिना कोई ना यहाँ, ये दिल कह रहा। तू जाना ना पिया, छोटी सी उम्र से सब है देखा, अब चला जाए ना। तू आजा, नहीं लगता, नहीं लगता, नहीं लगता तेरे बिन मेरा, नहीं लगता, नहीं लगता जिया। तू आजा, नहीं लगता, नहीं लगता, नहीं लगता
remember us alone, tasting you like alcohol. I know medicine and 34. Watch you close that yellow door and go. I should have said turn around, let's get back to it. I should have said I was wrong all along. I put you സമർപ്പിക്കുകയും ചിരകാലം മുഴുവനും സജീവസ്മരണ നിർത്തുകയും ചെയ്യട്ടെ. ഹൃദയമേ മരത്തിലും ഹൃദയമേ വിശ്വസിതാവേ. what I try to do, I never get away from you. And even if I wanted to, the only other choice is you. I could call your phone just to hear your voice. I could drive to you, yeah, but what's the point? I still think of you, cause I've got no choice. I still think of you, cause I've got no choice. I could run away, but I won't give